ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പൊ ഞാനിത് ഒരു പുതിയ വീഡിയോ ആയിട്ട് ആണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ വെക്കേഷൻ ആയിരുന്ന സമയത്ത് നമ്മളൊരു ഹൗസ് ബോട്ട് ട്രിപ്പ് പോയിരുന്നു കുമരകം. ഒരു 2 ഡേയ്സ് ട്രിപ്പ് ആയിരുന്നു. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഞങ്ങള് രാവിലെ ഒരു 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 hour ഒക്കെ കഴിഞ്ഞപ്പം നല്ല അടിപൊളി മഴ പെയ്യാൻ തുടങ്ങി. നല്ല നടുക്കായലൊക്കെ ആയപ്പോൾ നല്ല മഴ പെയ്തു. ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മഴ പെയ്യുമെന്ന്. പക്ഷെ സത്യം പറയാലോ, മഴ പെയ്തപ്പോൾ അതൊരു വേറൊരു ഫീലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫീലായിരുന്നു. ശരിക്കും അത് അനുഭവിച്ച് തന്നെ നമ്മൾ അറിയാൻ പറ്റുള്ളൂ, പറഞ്ഞു കഴിഞ്ഞാലൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് മഴയൊക്കെ നിന്ന് കഴിഞ്ഞ് ഒരു 1 hour കഴിഞ്ഞപ്പോൾ അവര് അതിന്റെ തീരത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ലഞ്ചിന്റെ ടൈമൊക്കെ ആയപ്പോൾ അവരെവിടെയോ പാർക്ക് ചെയ്തു. ആ പാർക്ക് ചെയ്ത സ്പോട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ചേരൊക്കെ റിലാക്സ് ചെയ്തു. ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ചു. അങ്ങനെയൊക്കെ അവിടെ അതിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. അവിടെ അടുത്ത് വള്ളങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവര് ലഞ്ച് കൊണ്ടുവന്നു. ലഞ്ച് എന്താ പറയാ, സാധാ ഊണ്, പിന്നെ അതിന്റെ കൂടെ കരിമീൻ ഫ്രൈ, അങ്ങനെ ഇപ്പൊ ശരിക്കും ഓർക്കുന്നില്ല. നല്ല ആവശ്യത്തിന് കറികളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫീൽ ആയിരുന്നു. അപ്പൊ അവിടെ അടുത്തൊക്കെ വേറെ ഹൗസ് ബോട്ടും അതുപോലെ ചെറിയ ചെറിയ വള്ളങ്ങളും പിന്നെ ചീനവല, അതൊക്കെ അടുത്ത പാർക്ക് ചെയ്ത സ്പോട്ടിൽ അവിടെ ഒത്തിരി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ പറയാ, ഞങ്ങളപ്പം മഴയുടെ ടൈമിലാണ് ഞങ്ങൾ പോയത്. അപ്പം മഴ പെയ്യോ എല്ലാം കുളമാവുമെന്ന് പേടിച്ചിരുന്നു. പക്ഷെ ആ മഴ പെയ്ത് ഒരു നമ്മള് കായലിൽ പോകുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് കൂടെ അറിയാൻ പറ്റും എങ്ങനെയാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ലഞ്ച് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ലഞ്ച് കഴിച്ചു. നല്ലൊരു ഹോംലി മീലായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ മേലെ ബാൽക്കണിയിലൊക്കെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പം മോള് പപ്പയുടെയും മമ്മിയുടെയും കൂടെ അവിടെ തീരത്താണല്ലോ അവരവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുന്നത്. അപ്പൊ അവിടെ ഇറങ്ങി അവർ കുറച്ചൊക്കെ ഒന്ന് നടന്നു. ഞാൻ പോയില്ലായിരുന്നു. ഞാനത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് എന്താ പറയാ, ഉറങ്ങി. കുഞ്ഞു അവിടെ കുറച്ച് നേരം ഉറങ്ങി. അപ്പൊ അവർ ആ സമയത്ത് നോക്കി പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ അവർ തിരിച്ചു വന്നു. വൈകിട്ട് ആയപ്പം ചായയുടെ ടൈമായി. അപ്പം ചായക്ക് പഴംപൊരി ആയിരുന്നു കേട്ടോ. പഴംപൊരിയും ചായയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ തകർത്തു. ഡാൻസൊക്കെ കളിച്ച് എന്താ പറയുക, ഡിന്നർ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ഒത്തിരി ലേറ്റായിട്ടാണ് രാത്രി കിടന്നത്. ഞങ്ങൾ ഡാൻസ് കളിച്ച് തകർത്ത് ഞങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഫണ്ണി ആയിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും ഞങ്ങളുടെ ഡാൻസ് കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് എന്താ പറയുക, ആ നൈറ്റ് അവിടെ തകർത്തു. ഞങ്ങൾ നൈറ്റ് ഹൗസ് ബോട്ടിലാണ് സ്പെൻഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
അങ്ങനെ മാത്രം നമ്മുടെ കോഴിക്കോട് അങ്ങനെ ഞങ്ങൾ രാത്രി ഡിന്നർ കഴിച്ചു. ഡിന്നർ ചപ്പാത്തി, ചിക്കൻ കറി, വെജ് കറി അങ്ങനെയായിരുന്നു. നിങ്ങൾ രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. 1 മണി 2 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമായിരിക്കും തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. അതിൽ പോയി. അവിടെ പോയി കഴിഞ്ഞ് ഞങ്ങൾ അതിനകത്തേക്കൊന്നും എൻട്രി ചെയ്തില്ല കേട്ടോ. കാരണം ഒത്തിരി നടക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബേർഡ്സിനൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ അവർ ഡൗട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനകത്തേക്കൊന്നും പോയില്ല. ഒത്തിരി പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. വാവയുള്ളതുകൊണ്ടൊന്നും ഞങ്ങൾ അതിനകത്തേക്ക് പോയില്ല. അപ്പോൾ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ പോയി. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സ്പീഡ് ബോട്ടിൽ ഞങ്ങൾ 2 ട്രിപ്പായിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം 3 പേർക്കാണ് ഒരു ട്രിപ്പിൽ പറ്റുള്ളൂ. അപ്പം അതൊരു 1 hour ആയിരുന്നു. 1 hour 2 ട്രിപ്പും കൂടെ 2 hours ആയിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല ഫണ്ണായിരുന്നു. ഹൗസ് ബോട്ടിനേക്കാളും ഒത്തിരി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്പീഡ് ബോട്ടായിരുന്നു കേട്ടോ. അത് ആണ് ആ ട്രിപ്പ് ഞങ്ങളുടെ അടിപൊളിയാക്കിയത്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഫസ്റ്റ് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സെക്കൻഡ് പപ്പയും അമ്മയും മോളും കൂടെ പോയി. Chasing stars and holding you. I can't see the end, but we'll see it through. Times don't fly.
fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world, but keep the sky on your mind. Flying, get on board. അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഞങ്ങൾ കൊണ്ടുപോയ ആ ഡ്രൈവർ ചേട്ടനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ആ ചേട്ടൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. ഞങ്ങൾ ചോദിക്കാതെ തന്നെ ആൾ ഓരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ട് പറയുമായിരുന്നു, ഞങ്ങൾ ഒത്തിരി ഫോട്ടോസ് എടുത്ത് തന്നു. ഇങ്ങോട്ട് പറയുമായിരുന്നു ഫോട്ടോ എടുത്ത് തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഫോട്ടോസ് എടുത്ത് തന്നു. അതുപോലെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഐലൻഡ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പാതിരാമണൽ എന്ന് പറഞ്ഞ്. അവിടെ നിർത്തി തന്നു. ഞങ്ങൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ആ ട്രീ ടോപ്പിൻ്റെ മേലൊക്കെ ഞങ്ങൾ കയറി. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ അധികം വീഡിയോസൊന്നും എടുത്തില്ല. കുറേ എന്താ പറയുക, ഫോട്ടോസാണ് നമ്മളെടുത്തത്. അതുപോലെ ഞങ്ങൾക്ക് അവിടെയൊക്കെ കൊണ്ട് കാണിച്ചു. ഇങ്ങോട്ട് പറയുമായിരുന്നു ആൾ. അപ്പോൾ ഐലൻഡിൽ കൊണ്ട് നിർത്തി കാണിച്ചു തന്നു. നല്ല അടിപൊളി ഫീലായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ ആളുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്ന സ്പീഡ് ബോട്ട് ആൾ ഓടിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് ഓടിക്കണേ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ സ്പീഡ് ബോട്ട്. അത് കുമരകത്ത് അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും ട്രൈ ചെയ്താൽ മതി. ഇവിടെ നല്ല നമ്മുടെ എന്താ പറയുക, അവർ നല്ല 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hourനേക്കാളും കുറച്ചുകൂടെ അധികം ഞങ്ങൾ കൊണ്ടുപോയി. അപ്പം ഒത്തിരി അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ട്രിപ്പ് പപ്പയും മമ്മിയും മോളും കൂടെ പോവാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി എറണാകുളത്താണ് പോയത്. ഗ്രാൻഡ് എൻട്രിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമോ എന്നറിയില്ല. അവിടെയാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പം ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.